ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഗുരുവേ ശരണം ശരണം ഗുരുവേ ശ്രീനാരായണ ഗുരുവേ ശരണം. തവ പദ ശരണം തിരുവടി ശരണം ശ്രീനാരായണ ഗുരുവേ ശരണം. ഗുരുവേ ശരണം ശരണം ഗുരുവേ ശ്രീനാരായണ ഗുരുവേ ശരണം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 184 പണം ആവശ്യത്തിന് പിരിക്കണം. ഭാഗം 184 പണം ആവശ്യത്തിന് പിരിക്കണം ഇവിടെ ആരംഭിക്കുന്നു. തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള ഒരു ബംഗ്ലാവിൽ ഗുരുദേവൻ അത്താഴം കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. സംഗീത സ്വാമികളെന്ന സുഗുണാനന്ദഗിരി സ്വാമികളും മണ്ണന്തല കുഞ്ഞുകൃഷ്ണനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. കുറേ നേരമായിട്ടും ഗുരുദേവൻ്റെ വിളിയോ പറച്ചിലോ ഒന്നും കേൾക്കുകയുണ്ടായില്ല. അപ്പോൾ കുഞ്ഞുകൃഷ്ണൻ വന്ന് ഗുരുദേവൻ ഉറങ്ങിയോ എന്നറിയുവാൻ ആ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി. ഒരറ്റത്ത് എരിഞ്ഞുകൊണ്ടിരുന്ന നിലവിളക്കിൻ്റെ പ്രകാശത്തിൽ ഗുരുദേവൻ്റെ മുഖം അയാൾ കണ്ടു. കത്തിക്കൊണ്ടിരുന്ന ആ നിലവിളക്കിനേക്കാൾ പ്രകാശവത്തായിരുന്നു അപ്പോൾ കണ്ട ഗുരുദേവൻ്റെ മുഖം. പെട്ടെന്ന് ഗുരുദേവൻ ചോദിച്ചു, മണ്ണന്തലക്കാർക്ക് എന്താണ് ആവശ്യം? കുഞ്ഞുകൃഷ്ണൻ: ഇവിടെ ഒരു മന്ദിരം പണിയണമെന്ന് ആഗ്രഹമുണ്ട് ഗുരുദേവൻ. എന്തിന്? കുഞ്ഞുകൃഷ്ണൻ: തൃപ്പാദങ്ങൾ വന്നാൽ വിശ്രമിക്കുന്നതിനായിട്ട്. ഗുരുദേവൻ: കിഴക്ക് വശം കൊള്ളാം. ആൽ മുറിച്ച് കളയണം. ചെറുപുന്ന കൊള്ളാമല്ലോ. വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഭൂമി തട്ടുതട്ടാക്കണം. കുഞ്ഞുകൃഷ്ണൻ: ഒട്ടുമാവ് കൊള്ളാം. ഗുരുദേവൻ: ഫലമില്ല. ജാമ്പ കൊള്ളാം. കണ്ടിട്ടുണ്ടോ? കുഞ്ഞുകൃഷ്ണൻ: ഇല്ല. അല്പനേരം കഴിഞ്ഞ് ഗുരുദേവൻ നിലവിളക്കിൻ്റെ തിരി ഒന്നുകൂടി താഴ്ത്തി വെച്ചു. എന്നിട്ട് കുഞ്ഞുകൃഷ്ണനെ നോക്കി പറഞ്ഞു, കണ്ടാൽ ഭംഗിയായിരിക്കണം. വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപകരിക്കുന്ന സ്ഥാപനങ്ങൾ വേണം. അപ്പോൾ കുഞ്ഞുകൃഷ്ണൻ്റെ മനസ്സിൽ അതിനൊക്കെ വേണ്ടുന്ന പണം എങ്ങനെ പിരിക്കുമെന്ന വിചാരമായിരുന്നു. ആ നിമിഷം തന്നെ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു, പണം ആവശ്യത്തിന് പിരിക്കണം, ആഡംബരത്തിന് പിരിക്കരുത്. കുഞ്ഞുകൃഷ്ണൻ ഗുരുദേവൻ കിടന്നിരുന്ന മുറിയുടെ വാതിലിനോട് ചേർന്നാണ് ഉറങ്ങുവാൻ അന്ന് കിടന്നത്. നിലവിളക്കിനേക്കാൾ തെളിച്ചമുള്ള ഗുരുദേവൻ്റെ മുഖമായിരുന്നു അപ്പോൾ അയാളുടെ മനസ്സ് നിറയെ. പിന്നെ എങ്ങനെ പണം കണ്ടെത്താമെന്ന കണക്കുകൂട്ടലുകളും. വളരെ നേരം കഴിഞ്ഞ് ഗുരുദേവൻ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ കുഞ്ഞുകൃഷ്ണൻ ഉറങ്ങാതെ ഇരിക്കുന്നത് കണ്ടു. ഗുരുദേവൻ: എന്താ, നിനക്ക് ഉറക്കം വരുന്നില്ലേ? കുഞ്ഞുകൃഷ്ണൻ: ഇല്ല. ഗുരുദേവൻ: പണത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ ഇപ്പോൾ ഉറങ്ങണം. ഗുരുവേ ശരണം ഗുരുവേ ശരണം ശ്രീനാരായണ ഗുരുവേ ശരണം. തവ പദ ശരണം തിരുവടി ശരണം ശ്രീനാരായണ ഗുരുവേ ശരണം. ഗുരുവേ ശരണം ശരണം ഗുരുവേ ശ്രീനാരായണ ഗുരുവേ ശരണം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 184 പണം ആവശ്യത്തിന് പിരിക്കണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.